വചനോദയം. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് അധ്യായം 3, 13 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. യേശു യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കാൻ ഗലീലയിൽ നിന്ന് ജോർദാനിൽ അവൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു. എന്നാൽ യേശു പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. അവൻ സമ്മതിച്ചു. സ്നാനം കഴിഞ്ഞയുടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഒരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു. വചന വിചിന്തനം. യേശു നസ്രത്തിൽ നിന്ന് ജോർദാനിൽ വന്ന് സ്നാനം സ്വീകരിച്ചു. അതിനുശേഷം ആകാശം പിളരുകയും ആത്മാവ് യേശുവിൻ്റെ മേൽ വന്നിറങ്ങുകയും സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം ഉണ്ടാവുകയും ചെയ്തു. യേശുവിൻ്റെ ജ്ഞാനസ്നാനം അവൻ്റെ തന്നെ ജീവിതത്തിലെ ഒരു സുപ്രധാനമായ സംഭവമാണ്. കാരണം പാപികളായ നമ്മോടുള്ള യേശുവിൻ്റെ താദാത്മ്യപ്പെടലിൻ്റെ നിമിഷവും തൻ്റെ വ്യക്തിത്വത്തെയും ദൗത്യത്തെയും കുറിച്ചുള്ള ബോധ്യം ലഭിച്ചതിൻ്റെ നിമിഷവുമാണത്. യേശു ദൈവപുത്രൻ ആണെന്നും തൻ്റെ ദൗത്യം ദൈവത്തിൻ്റെ സ്നേഹവും അവിടുന്ന് വാഗ്ദാനം ചെയ്യുന്ന രക്ഷയും പിതാവായ ദൈവം മനുഷ്യകുലത്തെ അറിയിക്കുന്ന നിമിഷം. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ യേശുവിൻ്റെ മേൽ വന്നിറങ്ങി യേശുവിനെ ദൗത്യത്തിന് സജ്ജമാക്കുന്ന നിമിഷം. അതുപോലെ യേശുവിൻ്റെ ജ്ഞാനസ്നാനം നമ്മൾ ആരാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നാം ദൈവത്തിൻ്റെ പുത്രന്മാരും ദൈവിക കുടുംബത്തിലെ അംഗങ്ങളും യേശുവിൻ്റെ സഹോദരന്മാരും പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളും സ്വർഗീയ അവകാശികളും സഭയിലെ അംഗങ്ങളുമാണ്. അതുപോലെ യേശുവിൻ്റെ ജ്ഞാനസ്നാനം നമ്മുടെ ക്രൈസ്തവ ദൗത്യം എന്താണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ഉള്ളിലെ ദൈവസാന്നിധ്യം അനുഭവിക്കുക, ദൈവമക്കൾ എന്ന നിലയിൽ നമ്മുടെ സ്വന്തം മഹത്വം അംഗീകരിക്കുക, ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുക, വിശുദ്ധവും സുതാര്യവുമായ ഒരു ക്രൈസ്തവ ജീവിതം നയിക്കുക എന്നതാണ് നമ്മുടെ ദൗത്യം.